ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളെ ചാനലിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇറ്റ്സ് മീ ഇഷാനി. അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊന്ന് കൈറ്റ് ബീച്ചിൽ പോവാണ് ഗായ്സ്. നമ്മളെ സ്വന്തം റാഷിദിയിൽ നിന്ന് കുറച്ച് അടുത്തല്ല കേട്ടോ ഗായ്സ്, ഇത് കുറേ ദൂരം പോണേ. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തിച്ചേർന്നു. പിന്നെ അവിടെ ഭയങ്കര രസമാണ് കേട്ടോ കാണാൻ. കുറേ ആക്ടിവിറ്റീസ് അവിടെ ഉണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ആക്ടിവിറ്റീസ് ചെയ്യാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഇവിടെ ഏറ്റവും നല്ലൊരു സ്ഥലമാണ് ആക്ടിവിറ്റീസിനുള്ള. പിന്നെ നമ്മൾക്ക് സ്വിമ്മിങ് ചെയ്യാനും ഇവിടുന്ന് കഴിയുന്നതാണ്. അവിടെ കുറേ സ്കേറ്റിങ്ങും സൈക്ലിങ്ങും വാക്കിങ്ങും ഒക്കെ ഉണ്ട്. പിന്നെ ഞാൻ സ്വിമ്മ് ചെയ്യാനാണ് പോയത്. സ്വിമ്മിങ് ചെയ്യാനാണെങ്കിൽ എന്താ വൈബ് എന്നറിയാം. രാത്രിയാകുമ്പോൾ ഭയങ്കര രസമാണ് അവിടെ കാണാൻ. നിങ്ങളെല്ലാവരും ഒന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കണം. ഭയങ്കര രസമാണ് ഈ ഒരു കൈറ്റ് ബീച്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. എനിക്ക് ചെറുതായിട്ടൊരു പേടിയുള്ളതുകൊണ്ട് തന്നെ ഞാൻ അച്ഛൻ്റെ കൈ പിടിച്ചിട്ടാണ് ഫസ്റ്റ് തന്നെ പോയത്. പിന്നെ ഞാൻ സ്വിമ്മിങ് സൂട്ടൊക്കെ വരുമ്പോഴേ എടുത്തിരുന്നു. പിന്നെ ഞാൻ അവിടേക്ക് ഇറങ്ങി. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അമ്മ ഇറങ്ങിയിരുന്നു. രാത്രിയാകുമ്പോൾ ഭയങ്കര രസമാണ്. ഞാൻ പറഞ്ഞില്ലേ, ഈ ഒരു ബീച്ച് കാണുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാവും. ഈ ഒരു വീഡിയോയിൽ നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമാവും. അവിടേക്ക് വരെ എത്ര ചെറിയ കുട്ടികൾക്ക് വേണമെങ്കിലും പോവാം. പിന്നെ ഭയങ്കര ഹൈറ്റ് കുറവാണ്. പിന്നെ നമുക്ക് ഒരു ലിമിറ്റ് ഉണ്ട്. അതിൻ്റെ അപ്പുറത്തോട്ട് പോയാൽ കുറച്ച് ഹൈറ്റ് കൂടുതലാണ്. പിന്നെ നമുക്ക് ഭയങ്കര രസമാണ് ഇവിടെ നീന്താനാണെങ്കിലും ഒക്കെ ഭയങ്കര രസമാണ് ഇവിടെ. പിന്നെ ക്രിസ്റ്റൽ ക്ലിയർ എന്ന് പറഞ്ഞാൽ പക്ക ക്രിസ്റ്റൽ ക്ലിയർ, ഭയങ്കര രസമുണ്ട്. പിന്നെ ഞാൻ നീന്തുന്ന കണ്ടില്ലേ, വലുതായിട്ട് നീന്താനൊന്നും അറിയില്ല, എന്നാലും അവിടെ കിടന്നിട്ട് കളിക്കാൻ നല്ല ഭംഗിയുണ്ട്. പിന്നെ അവിടെ കുറേ ആൾക്കാരുണ്ട്. ബാക്കിലോട്ട് കുറേ ദൂരം പോയാൽ അതൊരു ഇതാണ്, ലിമിറ്റാണ്. ഒരു ലേഡീനെ പോലെ ഉണ്ട് ആ ഒരു ലിമിറ്റിൻ്റെ ലാസ്റ്റ് കാണാനായിട്ട്. പിന്നെ ഞാൻ കുറേ തവള ചാടുന്ന പോലെയൊക്കെ ചാടുന്നുണ്ട്. ഭയങ്കര രസമാണ് അവിടെ. നല്ല ഇവിടുത്തെ ഇതും തായ്ലാൻഡത്തെ സെയിം മണ്ണ് തന്നെയാണ്. പിന്നെ തായ്ലാൻഡത്തെ ഷെൽസ് പോലെ അവിടെയും കുറേ സാധനങ്ങളുണ്ട്. ഞാൻ തായ്ലാൻഡ് പോയ വീഡിയോയിൽ ഇതേ സ്വിമ്മിങ് സൂട്ട് തന്നെയാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും ബൈ. എന്റെ ഡ്രസ് ഉണ്ടല്ലോ, ഞാനായത് ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ രാത്രി ആവാനായി അവിടെ നിന്ന് ഇറങ്ങുമ്പം പിന്നെ ഞാൻ പാട്ടൊക്കെ പാടും, ഇടയ്ക്ക് കേൾക്കുക. അപ്പം എല്ലാവർക്കും ബൈ. ഇത്രയുള്ള നമ്മളെ ഇന്നത്തെ വീഡിയോ. കുറച്ചും കൂടി വീഡിയോ കാണാനുണ്ട്. എൻ്റെ സംസാരിക്കുന്ന വരെ ഉള്ളൂ. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും സബ്സ്ക്രൈബും മറക്കല്ലേ. അച്ഛൻ എന്താ പറയണ്ടേ? മായാവിയിലെ രാധന്റെ അതിലുള്ള മുടി. രാധേ രാധേ വാ, അവിടെ നോക്കിട്ടോ, അവളെ കാണൂല. കണ്ടോ എന്താ ആളെ കളി വന്നു. ഊന് ദൂരേക്ക് പോവല്ലേ, ദൂരേക്ക് പോവല്ലേ അറിയാം, ദൂരേക്ക് പോവല്ലേ. സ്രാവ് വരാനായിട്ടുണ്ടാവും. ഇവിടെ ആഴം കൂടില്ല, അവിടെ വരെ ആൾക്കാർ പോയി നിൽക്കുന്നു.
അമ്മയ്ക്ക് എന്തോ ആരും ഉണ്ടോ നോക്കിപ്പോ? ആരുമില്ല, നീ മാത്രം. മോളെ വാ പോവാ. എന്താണ് മമ്മി? നീ ഇവിടെ ഇരുന്നോ, ഞങ്ങൾ അങ്ങോട്ട് പോയി അവിടെ ഇരിക്കാണ്, അച്ഛൻ്റെ അടുത്ത് പോയിരിക്കാണ്. എനിക്ക് പേടിയാണ്. നമുക്ക് പേടിയില്ലാന്നിട്ട് അതാരെങ്കിലും ഇല്ല, അമ്മ അപ്പല്ലേ എൻ്റെ അടുത്ത്. അമ്മ ഇല്ലെങ്കിൽ ഞാൻ അവിടെ നിൽക്കൂല. ഓ